ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഹോണ്ടഡ് വില്ലേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുൽദാര ഹോണ്ടഡ് വില്ലേജ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും സ്റ്റോറിയൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ജയ്സൽമേർ സിറ്റിയിൽ നിന്നും തന്നെ ഓൾമോസ്റ്റ് ഒരു 17 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയൊക്കെ തന്നെ ഭയങ്കര വിജനമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്കൊരു ഹോണ്ടഡ് വില്ലേജ് കാണാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഈ വഴി നമുക്ക് തരും. അങ്ങനത്തെ അത്രയും ഡെസേർട്ടഡ് ആയിട്ടുള്ള പ്ലേസാണത്. കുൽദാര വില്ലേജ് എങ്ങനെ ഹോണ്ടഡ് വില്ലേജ് ആയി എന്നതിനെ പറ്റി ഒത്തിരി സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞു വരുന്നത്, പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ജയ്സൽമേർ ദിവാൻ്റെ വൺ സൈഡ് ലവ് സ്റ്റോറിയാണ്. പള്ളിവാൾ ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ മുഖ്യൻ്റെ മോളെ നമ്മുടെ ദിവാൻ, പുള്ളിയുടെ പേര് സലീം സിംഗ് എന്നാണ്, അദ്ദേഹം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് ആ കുട്ടീനെ വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ആ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദിവാനെ എതിർത്തുകൊണ്ട് അവർക്ക് അവിടെ ജീവിക്കാനും പറ്റാതായി. അങ്ങനെ അവർ അവിടെ നിന്നും ഒറ്റ രാത്രി കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അവർ ആ വില്ലേജ് മൊത്തത്തിൽ ഒഴിഞ്ഞ് എങ്ങോട്ടോ പോയി. അവരെങ്ങോട്ടോ പോയെന്ന് അവിടെ ഇപ്പോഴും ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് സ്റ്റോറി. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ ആ ഗ്രാമത്തിനെ ശപിച്ചിട്ട് പോയി. അതായത് ഇപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു ഗ്രാമം, അവരിത്രയും നാൾ താമസിച്ചിരുന്ന ഗ്രാമം ഇനി വേറൊരാൾക്കും വേണ്ട എന്നുള്ള രീതിയിൽ അവർ ശപിച്ചിട്ട് പോയി എന്നാണ് സ്റ്റോറി പറയുന്നത്. പിന്നെ വേറൊരു സ്റ്റോറി പറയുന്നത് ഈ സെയിം ദിവാൻ തന്നെ പുള്ളി അവിടുത്തെ ടാക്സ് കൂട്ടി. അപ്പോൾ അത് താങ്ങാൻ പറ്റാതെ ഈ വില്ലേജേഴ്സ് ഒഴിഞ്ഞുപോയി എന്നും ഒരു സ്റ്റോറിയുണ്ട്. രാത്രിയിൽ ഈ വില്ലേജിൽ നിന്ന് ആളനക്കവും കരച്ചിലും അങ്ങനത്തെ കുറച്ച് ഗോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് വില്ലേജേഴ്സ് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊരു ഹോണ്ടഡ് വില്ലേജായിട്ട് മാറിയത്. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇത് കാണാനായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു അനുഭവം, നമുക്കങ്ങനെ പേടിയൊന്നും തോന്നത്തില്ല, പക്ഷെ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായിരുന്നു അവിടെ പോയത്. ഇത് അവരുടെ ടെമ്പിളായിരുന്നു, അവർ പണ്ട് ആരാധിച്ചു കൊണ്ടിരുന്ന അമ്പലം. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കാക്ടസ് പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. കുറച്ച് വെറൈറ്റി ഓഫ് കാക്ടസ് അവരിങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ട് കാക്ടസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. കുറച്ച് വെറൈറ്റി കാക്ടസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ടു തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഹോണ്ടഡ് വില്ലേജിൻ്റെ സ്റ്റോറി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.